ഓരോ സർക്കാരുകളുടെയും പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായി സാധാരണഗതിയിൽ അവിടെ ഒരു പ്രശസ്തമായ ആരാധനാലയം ഉണ്ടെങ്കിൽ അത് മാറാറുണ്ട്. അത് വളരെ വിശ്വപ്രസിദ്ധമായ ഇടങ്ങളിലേക്ക് അതിൻ്റെ യാത്രയുടെ ഭാഗമായി എത്തുന്ന ആളുകൾ വഴി വിവിധ തരത്തിൽ ഒരു സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് അതിലൂടെ ഇൻകം ജനറേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇതിലൊന്നും തെറ്റ് പറയാനില്ല എന്ന് മാത്രമല്ല, അത് ആളുകൾ വരുന്ന അവരുടെ ടാക്സ് ആയിക്കൊള്ളട്ടെ, അവർ എടുക്കുന്ന ഒരു ഓട്ടോ കൂലി പോലും ആകട്ടെ, അത് ഈ സമൂഹത്തിലേക്ക് പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമുക്കറിയാം, ശബരിമല എന്ന് പറയുന്നത് വളരെ വിശ്വപ്രസിദ്ധമായ ക്ഷേത്രമാണ്. ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റുന്നതും അതുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെ കയറ്റുന്നതിൽ അനുകൂല നിലപാടെടുക്കുകയും പിന്നീട് അത് തിരിച്ചടിയാകുമെന്ന് പറഞ്ഞാൽ നിലപാട് മാറ്റുകയും ഒക്കെ ചെയ്ത പിണറായി സർക്കാരിൻ്റെ വിശേഷങ്ങളും ഒന്നും ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയേണ്ടതുമില്ല. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ആഗോള തലത്തിലുള്ള അയ്യപ്പ ഭക്തരെ ഒന്നിപ്പിക്കുക എന്ന രീതിയിൽ ആഗോള അയ്യപ്പ സംഗമം ഈ വരുന്ന സെപ്റ്റംബറിൽ നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് പിണറായി സർക്കാർ എടുക്കുന്ന ഏതൊരു നയത്തെയും കണ്ണടച്ച് എതിർക്കുക എന്നൊരു രീതിയൊന്നും വ്യക്തിപരമായി എനിക്കില്ല. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളുമല്ല, ഏതെങ്കിലും തരത്തിലുള്ള മതവിശ്വാസം പൊറ്റിപ്പുലർത്തുന്ന ഒരു വ്യക്തിയുമല്ല, അങ്ങനെ ആരാധനാലയങ്ങളിൽ പോകുന്ന ആളുമല്ല. പക്ഷേ നിലവിൽ ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന പിണറായി വിജയൻ സർക്കാർ നടത്താൻ പോകുന്ന പരിപാടിയിൽ ചില പ്രശ്നങ്ങളുണ്ട്. അത് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ശബരിമലയിൽ ഓഫർ പെരുമഴയാണ്. അതായത് ആഗോള അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായി ശബരിമലയിൽ വിവിധ കാര്യങ്ങൾക്ക് സ്പോൺസർ ചെയ്യുന്നവർക്ക് സൗജന്യ താമസം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നൽകുന്ന പ്രിവിലേജ് കാർഡുകൾ നൽകാനൊരുങ്ങുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ആദ്യഘട്ടത്തിൽ ഇത് കേൾക്കുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് തോന്നുമെങ്കിലും ഇതിനകത്ത് വലിയൊരു പ്രശ്നം കിടപ്പുണ്ട്. അത് നമുക്ക് സംസാരിക്കാം. പലവിധ ഓഫറുകളിലൂടെ സംഭാവന കെങ്കേമമാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. 1 ലക്ഷം മുതൽ 3 കോടി രൂപയ്ക്ക് മുകളിൽ വരെ സ്പോൺസർ ചെയ്യുന്നവർക്ക് 10 വർഷത്തേക്കാണ് പ്രിവിലേജ് കാർഡുകൾ നൽകുക. അതായത് ആളുകളുടെ പോക്കറ്റിൻ്റെ കീശയുടെ വലിപ്പം അനുസരിച്ച് ആളെ അളന്ന് തിട്ടപ്പെടുത്തുക, അവർക്ക് പ്രത്യേകമായി പ്രിവിലേജ് കൊടുക്കുന്ന രീതിയാണ് വരുന്നത്. അയ്യപ്പ സംഗമത്തിനെത്തുന്ന ക്ഷണിക്കപ്പെട്ടവർക്ക് മുന്നിൽ കാർഡുകൾ അവതരിപ്പിച്ച് കോടികൾ ഖജനാവിലേക്ക് എത്തിക്കാനാണ് ദേവസ്വം ബോർഡ് നിലവിൽ ലക്ഷ്യമിടുന്നത്. അതായത് ശബരിമലയിൽ എത്തുന്ന ഭക്തരെ ഇനി 7 വിഭാഗമായി തിരിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ്. നോക്കൂ, പണമുള്ളവനും പണമില്ലാത്തവനും ഒക്കെ ഒരുപോലെ കാണേണ്ടുന്ന, അങ്ങനെയുള്ള ആളുകളെ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തതകൾക്കപ്പുറമായി കാണേണ്ടുന്ന ഒരു സ്പേസിൽ പണമുള്ള ആൾക്ക് പ്രിവിലേജ് കൊടുക്കുന്ന ഒരു രീതി, അത് ആത്യന്തികമായി പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. പക്ഷേ ഇവിടെ ദേവസ്വം ബോർഡ് കോടിക്കണക്കിന് രൂപയാണ് വരുമാനമായി സൃഷ്ടിക്കാൻ വേണ്ടി ഈ രീതി ഉപയോഗിക്കുന്നിടത്താണ് പ്രശ്നം കിടക്കുന്നത്. സ്പോൺസർഷിപ്പ് തുകയുടെ അടിസ്ഥാനത്തിൽ 6 വിഭാഗമായാണ് പ്രിവിലേജ് കാർഡുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിനൊപ്പം കാർഡില്ലാത്ത സാധാ അയ്യപ്പന്മാരുമുണ്ട്. കാർഡുള്ളവർക്ക് VIP പരിഗണന കൊടുക്കും. അതില്ലാത്തവർക്ക് കല്ലും മുള്ളും കലയ്ക്കുമെത്തെ എന്ന ശരണം വിളിയുമായി മല ചവിട്ടുന്ന രീതി. എന്തൊരു മോശമാണെന്ന് ആലോചിച്ച് നോക്കൂ. VIP ദർശനത്തിന് പുതിയ തലം വരുത്തുന്നതാകും കാർഡുകൾ. അതായത് അയ്യപ്പ ഭക്ത സംഗമത്തിൽ എത്തുന്നവർ ഈ കാർഡ് അല്ലെങ്കിൽ ആ കാർഡ് നൽകുന്ന പ്രിവിലേജുകൾ മനസ്സിലാക്കി അതിൽ വഴി സ്പോൺസർഷിപ്പ് നൽകുമെന്നാണ് ബോർഡിന്റെ പ്രതീക്ഷ. സ്പോൺസർഷിപ്പുകളെ ദേവസ്വം ബോർഡിന്റെ വരുമാന കണക്കിൽ ഹൈക്കോടതി ഉൾപ്പെടുത്തിയിട്ടുമില്ല. അവിടെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തുക വാങ്ങി ഇഷ്ടം പോലെ പലതും പണിത് കമ്മീഷൻ ദേവസ്വം ബോർഡിലുള്ളവർക്ക് വാങ്ങാം എന്നതും വലിയ പ്രശ്നമാണ്. മണ്ഡലപൂജ, മകരവിളക്ക്, വിഷുപൂജ, മാസപൂജ ഈ കാലയളവുകളിൽ ശബരിമലയിൽ 5 ദിവസം സൗജന്യ താമസവും 5 പ്രസാദ കിറ്റും കാർ പാർക്കിംഗ് സൗകര്യവും ഡയമണ്ട് കാർഡ് ലഭിക്കുന്നുണ്ട്. 3 കോടി രൂപയ്ക്ക് മുകളിലാണ് ഡയമണ്ട് കാർഡിനുള്ള സ്പോൺസർഷിപ്പ് തുക. 4 പേർക്ക് ഡയമണ്ട് കാർഡ് നൽകും. 3 കോടിക്കും 1 കോടി രൂപയ്ക്കും ഇടയിലുള്ള പ്ലാറ്റിനം കാർഡിനുള്ള സ്പോൺസർഷിപ്പ് ആണെങ്കിൽ ഇതേ സൗകര്യങ്ങൾ ലഭിക്കുമെങ്കിലും അപ്പവും അരവണയും ഡയറിയുമുള്ള പ്രസാദ കിറ്റ് 3 എണ്ണമായി കുറയും. പ്ലാറ്റിനം കാർഡും 3 പേർക്കാണ് നൽകുക. 1 കോടി രൂപ മുതൽ 50 ലക്ഷം രൂപ വരെയുള്ള സ്പോൺസർഷിപ്പിന് ഗോൾഡ് കാർഡ് നൽകും. 2 പേർക്കാണ് നൽകുക. താമസ സൗകര്യവും കാർ പാർക്കിംഗ് മുൻഗണനയും എല്ലാം സമാനമാണെങ്കിലും പ്രസാദ കിറ്റ് 2ആയി കുറയും. അതേ സൗകര്യങ്ങൾ നൽകുന്ന സിൽവർ കാർഡുണ്ട്. അത് 25 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെ നൽകുന്ന ആളുകൾക്കാണ്. അത് ഒരാൾക്കാണ് നൽകുക. 25 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയാണ് ബ്രോൺസ് കാർഡിനുള്ള സ്പോൺസർഷിപ്പ്. ഒരു പ്രസാദ കിറ്റ് മാത്രമേ ബ്രോൺസ് കാർഡിന് ലഭിക്കൂ. 10 ലക്ഷം മുതൽ 1 ലക്ഷം രൂപ വരെയാണ് നോർമൽ കാർഡിനുള്ള സ്പോൺസർഷിപ്പ്. മണ്ഡലപൂജ, മകരവിളക്ക് ദിവസങ്ങൾ ഒഴികെ വർഷത്തിൽ 5 ദിവസം ശബരിമലയിൽ താമസിക്കുന്നതിന്, മുറി ബുക്ക് ചെയ്യുന്നതിന് മുൻഗണനയും ഒരു പ്രസാദ കിറ്റും ലഭിക്കും.
എല്ലാ പരിഗണനകളും സ്പോൺസർഷിപ്പ് വഴി നൽകി 10 വർഷത്തേക്ക് നൽകാനാണ് ഇപ്പോഴത്തെ തീരുമാനം. തുടർ നടപടികൾ കൈക്കൊള്ളുന്നതിന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ, ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷൻ ഡിജിറ്റലൈസേഷൻ, പബ്ലിക് റിലേഷൻ ഓഫീസർ എന്നിവരെ ദേവസ്വം ബോർഡ് ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. കാർഡുള്ള സ്പോൺസർമാർ ശബരിമലയിൽ എത്തിയാൽ അവർക്ക് പരിഗണന നൽകുന്നതിന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. സെപ്റ്റംബർ 16-നും 21-നും ഇടയിൽ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം. അവിടെയാണ് ഇത്തരത്തിൽ 7 തലങ്ങളിലായി ഭക്തരെ തിരിക്കുന്നത്. അതായത് കാശുള്ളവൻ VIP ഭക്തനാവുന്ന കാഴ്ച. സർക്കാർ സംവിധാനങ്ങളോ ഫണ്ടോ അയ്യപ്പ സംഗമത്തിന് വിനിയോഗിക്കില്ല എന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞിട്ടുണ്ട്. സംഗമത്തിനെത്തുന്നവർ കാർഡുകൾ വ്യാപകമായി വാങ്ങുമെന്ന പ്രതീക്ഷയുമുണ്ട് ദേവസ്വം ബോർഡിന്. സ്പോൺസർഷിപ്പിന് പകരം പണമാകും ഭൂരിഭാഗം പേരും നൽകുക. ലഭിക്കുന്ന പണം ഉപയോഗിച്ച് ഇപ്പോൾ നടക്കുന്നത് പോലത്തെ പണികൾ തുടരുകയും കാർഡുകൾ വിതരണം ചെയ്യാനുമാണ് ബോർഡിന്റെ ലക്ഷ്യം. ശബരിമലയുടെ പ്രാധാന്യം ലോകത്തിന് മുന്നിൽ എത്തിക്കാനും ആഗോള അയ്യപ്പ ഭക്തരെ ഒരേ വേദിയിൽ എത്തിക്കാനും ദർശന സൗകര്യം നൽകാനുമാണ് ലക്ഷ്യമെന്നൊക്കെ പറഞ്ഞാലും അടിസ്ഥാനപരമായി സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത് പണം ഉണ്ടാക്കുക എന്ന് തന്നെയാണ്. കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള സംഘടനകളെയും ക്ഷണിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 3000 പ്രതിനിധികളെയാണ് സംഗമത്തിൽ പ്രതീക്ഷിക്കുന്നത്. ലോക കേരള സഭാംഗങ്ങളെയും വിവിധ അയ്യപ്പ സേവാ സംഘങ്ങളെയും വിദേശത്തുള്ള മലയാളി സംഘടനകളെയും സംഗമത്തിന് ക്ഷണിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിൽ പിന്തുണ ഇതിന് ലഭിക്കുന്നുണ്ട്. പക്ഷേ അയ്യപ്പ ഭക്തരെ ഏഴായി തിരിക്കുന്ന ഈ പരിപാടി അത് എത്രത്തോളം ഔചിത്യമുണ്ട് എന്ന് അയ്യപ്പ ഭക്തർ തന്നെ വിലയിരുത്തട്ടെ. എന്തായാലും പിണറായി വിജയൻ വീണ്ടും ശബരിമലയിൽ മറ്റൊരു വിവാദത്തിന് വഴിമരുന്നിടുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ.